അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച സർക്കാർ കേരള ജനതയെ പ്രാകൃത കാലഘട്ടത്തിലേക്ക് നയിക്കുകയാണെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. വൈദ്യുതി ചാർജ് വില വർധനവിനെതിരെ മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി വിതരണം ചെയ്ത് പ്രതീകാത്മക പ്രതിഷേധ വിളക്ക് സമരം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ നിലപാട് തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ ജനരോഷം നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇത് ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ഇവിടെ റിലയൻസ് പോലെയുള്ള സ്ഥാപനങ്ങളിലെ അത്തരം വ്യക്തികൾ ഇങ്ങോട്ട് കടന്നു വരുന്ന അത്തരം കമ്പനികൾ, സ്വകാര്യ കമ്പനികൾക്ക് കടന്നു കയറാൻ, വൈദ്യുതി രംഗത്ത് കടന്നു കയറാനും അവരുടെ സ്ഥാനം ഇവിടെ ഉറപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു നിലപാടാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. തിരുവല്ലയുടെ ഇത്തരം ഒരു വൈദ്യുതി ചാർജ് വർധനവ് നമ്മുടെ സംസ്ഥാനത്ത് വരുമ്പോൾ ഇന്നലെ നിങ്ങൾക്ക് 2 ദിവസം മുമ്പാണ് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ 18 പൊതുമേഖലാ സ്ഥാപനങ്ങളെ 272 കോടി രൂപയുടെ കുടിശ്ശികം എഴുതിത്തള്ളാൻ വേണ്ടി ഗവൺമെന്റ് നിലപാട് സ്വീകരിച്ചത്. ഇതൊന്നൊരു വിരോധാഭാസമാണ്. അപ്പോൾ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല, അവർക്ക് ഏത് രീതിയിലുള്ള വില വർധനവ് വന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വിഷയമല്ല എന്നുള്ളതാണ് ഈ ഗവൺമെന്റ് സമീപനം. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനി രാമാനന്ദ്, ഉഷ അരവിന്ദ്, KN പുഷ്പലത, K ഉഷാകുമാരി, PK ശ്യാമള, KC രമണി, അഡ്വക്കേറ്റ് പ്രീത, K ഷർമിള തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ.